ഇന്നത്തെ വീഡിയോ കുറച്ച് ദുഃഖകരമായ ഒരു വീഡിയോയാ. നിങ്ങൾ കണ്ടോ, എൻ്റെ കുറച്ച് ഡെൻഡ്രോബിയം വെറൈറ്റികൾ ഇരുന്ന് എല്ലാം ചെന്ന് നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ട് വളരുന്നില്ല. മഴയത്തൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷെ വളർച്ചയും ഇല്ല, അങ്ങ് വല്ലാതിരിക്കുന്നു. എല്ലാം ഒരു മുരടിച്ച അവസ്ഥയിലിരിക്കുന്നു. കാരണം എന്തുവാണെന്ന് അറിയത്തില്ല. എന്നാൽ എല്ലാത്തിനും നമ്മൾ കറക്റ്റ് സമയത്ത് വളവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതാണ്. കാര്യം തിരക്കി ചെന്നപ്പം കണ്ട കാഴ്ച കണ്ടോ, ഒച്ചുകളുടെ അഭിഷേകമായതിനകത്ത് ഒച്ചുകളേ ഉള്ളു. അതിരുന്ന് തിന്ന് നമ്മുടെ ഓർക്കിഡിൻ്റെ വേരുകളെല്ലാം നശിപ്പിച്ച് ഒരു പരുവാക്കി. എത്ര ഒച്ചുകളാണെന്ന് നോക്കും. നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ അതിനകത്തുനിന്ന് നമ്മൾ മാറ്റിയപ്പം കണ്ടോ എത്ര ഒച്ചുകളാണ്. അങ്ങനെ നമ്മുടെ പോട്ടി മിക്സ് എല്ലാം കരിക്കട്ടയും അതുമെല്ലാം നമ്മൾ കഴുകിയെടുക്കാം. എല്ലാം അങ്ങ് ഉറുമ്പും കയറി അട്ടയും കയറിയൊക്കെ ഇരുന്നേ നമുക്കിനി ഇത് കഴുകി ഒന്ന് ഉണക്കിയെടുത്തിട്ട് നമ്മൾ പോട്ടിനകത്ത് നിറയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. അതിനകത്ത് പറ്റിയിരിക്കുന്ന അഴുക്കും അതുമെല്ലാം അങ്ങ് പോകണം. നമ്മൾ എല്ലാം വാഷ് ചെയ്ത് വെയിലത്തിട്ടേക്കുന്ന ഒന്ന് തോന്നു കഴിയുമ്പോൾ നമുക്കത് പോട്ടിനകത്ത് നിറച്ച് നമ്മുടെ ഓർക്കിഡും എടുത്ത് നട്ടു കൊടുക്കാം. ഡെൻഡ്രോബിയം പോട്ട് ചെയ്യാനുള്ള പോട്ടി മിക്സൊക്കെ, അതായത് കരിക്കട്ടയും തുണ്ടിൻ്റെ കഷ്ണമൊക്കെ നമ്മൾ വാഷ് ചെയ്തൊന്ന് തോരാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തുള്ള പന്ന വേരുകളൊക്കെ കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വെക്കാം പോട്ട് ചെയ്യാൻ വേണ്ടി. അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെടികളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചാനലിൽ ഇടുന്നത്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി പോട്ട് ചെയ്യാം. നമ്മൾ ആവശ്യമില്ലാത്ത അതിൻ്റെ നശിച്ച വേരുകളെല്ലാം നമ്മളാണെങ്കിൽ അത് മൊത്തം കട്ട് ചെയ്ത് ഇനി നമ്മളിതിനായി ഒന്ന് സാഫ് കലർക്കിയ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ പോട്ട് ചെയ്യും. അതിനു മുമ്പ് നിങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആ ഓർക്കിഡ് വെച്ചിട്ടെങ്കിൽ എനിക്ക് മഴ കാരണം ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഓർക്കിഡൊക്കെ വെച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ എടുത്തൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇത്രയും കുറേ നശിച്ചു പോയി. കണ്ടോ, വളരെ വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകളായിരുന്നു, ഇത്തിരി നശിച്ചു പോയി. ശ്രദ്ധിക്കാതെ പോയി, മഴയത്തിരുന്നത് കൊണ്ട് നമ്മളിത് ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേക്ക് കൊച്ചുകുട്ടന്മാർ അതെല്ലാം തിന്നു. ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഉപ്പുവെള്ളത്തിൽ പിടിച്ചിട്ട് നമ്മളെടുത്ത് കളയുക, എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി കളയുക. ആ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അല്ലാതെ ഇതിനെ തുരത്താൻ വേറെ ഒരു മാർഗ്ഗവും എനിക്കറിയത്തില്ല. ഞാനിതാ സ്ഥിരം ചെയ്യുന്നത്. മഴ ആയതുകൊണ്ടാണ് പുറത്തിറങ്ങി നമുക്ക് ഇതിനെ നശിപ്പിക്കാൻ പറ്റാതെ ഇരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇത്രയും ചെടി നഷ്ടപ്പെട്ടു പോയത്. ഓർക്കിഡെല്ലാം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഈ അവസ്ഥ ആരുടെയെങ്കിലും ഓർക്കിഡുകൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനിന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കാണാൻ താല്പര്യമില്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോയിക്കോ, കുഴപ്പമില്ല. ഇനി നമ്മൾ കറക്റ്റായിട്ട് വളമൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം നല്ല ഉഷാറായി വന്നോളും. ഈ ഒരവസ്ഥയിലിരുന്ന ഓർക്കിഡുകളെല്ലാം നമ്മൾ നേരത്തെ കുറച്ച് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ റീപോർട്ട് ചെയ്തതായിരുന്നു. അതിനകത്ത് നിന്നാണ്ട് ഇപ്പം ബഡൊക്കെ വന്ന് നല്ലതായിട്ട് ഒരു ഫെലനോപ്സിസ് അതിനകത്തും ബഡൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അന്നേരം എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കണം. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ലതുപോലെ ഡെൻഡ്രോബിയം നല്ലതുപോലെ വളർന്നു വരും. വളമൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മതി. ഡെൻഡ്രോബിയം മാത്രമല്ല, ഫെലനോപ്സിസും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. വളർച്ച മുരടിച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. നല്ലതുപോലെ വേരൊക്കെ വന്ന് അടിപൊളിയായിട്ടിരിക്കുന്നു. കണ്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.